തിരുവനന്തപുരം കൗൺസിലർ സുഗതനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധവും നാടകീയ രംഗങ്ങളും. യോഗ നടപടികൾക്കിടെ പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. കൗൺസിലിലെ ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കുക, കപ്പ കേസ് പ്രതിയെ അയോഗ്യനാക്കുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. അതിനിടെ കൗൺസിലർ ആർ സുഗതൻ അവധി അപേക്ഷ നൽകിയതായി മേയർ വി രാജേഷ് അറിയിച്ചു. 51 പേർ അവധി അപേക്ഷയെ പിന്തുണച്ചതിനാൽ അവധി അപേക്ഷ പാസാക്കിയതായും അദ്ദേഹം അറിയിച്ചു. വാർഡ് കൗൺസിലർ സുധീഷ് 1 ഏത് വകുപ്പ് പ്രകാരമാണ് കാർത്തിക ഉൾപ്പെടെ ഏത് വകുപ്പിലാണ് മൈക്കോന്നു പൗണ്ടുകളോ വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേർ ഈ അവധി അപേക്ഷയെ പിന്താങ്ങിയിരിക്കുന്നു. മേയറുടെ കാർത്തിക ഉൾപ്പെടെ വിനിയോഗിച്ചിരിക്കുന്നു. വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതന്റെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെ 6 മാസത്തേക്ക് ഈ കൗൺസിൽ യോഗത്തിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കൗൺസിലറുടെയും മാധ്യമപ്രവർത്തകരെയും ശ്രദ്ധിക്കാം. പറയാം സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്, അതുകൂടി വായിച്ചേക്ക് പറയാം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് നിങ്ങൾ കേൾക്കണം. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് കൂടിയുണ്ട്. 51 കൗൺസിലർമാർ അംഗീകരിച്ച സ്ഥിതിക്ക് മേയറുടെ കാസ്റ്റിംഗ് ഉൾപ്പെടെ പൗണ്ടുകളോ വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ ഈ അവധി അപേക്ഷയെ അംഗീകരിച്ച സാഹചര്യത്തിൽ സുഗതനെ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും 6 മാസത്തേക്ക് സുഗതനെ ഒഴിവാക്കിയിരിക്കുന്നു. അടുത്ത കാര്യം മാധ്യമപ്രവർത്തകരും കൗൺസിലർമാരും ശ്രദ്ധിക്കണം. സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 20/7/2026 പുറപ്പെടുവിച്ച സർക്കുലർ വായിക്കുകയാണ്. സുഗതന് ഞാൻ പറയാം, ശബരിനാഥൻ UDF സർക്കാരിന്റെ സർക്കുലർ കേൾക്കണം. ശബരിനാഥൻ അങ്ങ് UDF നേതാവാണെങ്കിൽ അങ്ങയുടെ സർക്കാരിന്റെ സർക്കുലർ ഒന്ന് കേൾക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് സുഗതൻ കൊടുത്തിരുന്ന അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചു. ആ അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ യോഗങ്ങൾ പങ്കെടുക്കുന്നതിനായി എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന താങ്കളുടെ കത്തിലെ ആവശ്യം സർക്കാർ നിരസിച്ചിരുന്നു. മേൽ സാഹചര്യത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗ നടപടിക്രമങ്ങളിലും മറ്റും താങ്കൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുമെങ്കിലും താങ്കളുടെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, നാടകീയമായ രംഗങ്ങളൊക്കെയാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ അരങ്ങേറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും മേയർ പറഞ്ഞത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഒരു സർക്കുലർ ഉയർത്തിക്കാട്ടിയാണ് ഈ UDFന്റെ ആരോപണങ്ങളെയൊക്കെ മേയർ പ്രതിരോധിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ന് അവിടെ നടന്നത്? ഒപ്പം ഈ UDFന്റെ LDFന്റെ ഒക്കെ പ്രതിഷേധം അവസാനിച്ചോ? എന്താണ് ഇനി അവർ അടുത്ത ഘട്ടമായി ചെയ്യാൻ പോകുന്നത്? നാടകീയ രംഗങ്ങളായിരുന്നു ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നമ്മൾ കണ്ടത്. ഇന്ന് ഈ അജണ്ടയിൽ തന്നെ സുഗതന്റെ അവധി അപേക്ഷ ഉൾപ്പെടുത്തിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ പ്ലക്കാർഡുകളും ഒക്കെ തന്നെയായിട്ടാണ് പ്രതിപക്ഷം ഇന്ന് കൗൺസിൽ യോഗത്തിനായി എത്തിയത്. ആദ്യം ഈ പുതിയ മന്ദിരത്തിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രദർശിപ്പിച്ചു. അതിനുശേഷമാണ് ഈ കാര്യപരിപാടികളിലേക്ക് കടക്കുന്ന നിലയിലേക്ക് വന്നത്. ആ ഘട്ടത്തിൽ സുഗതന്റെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട കത്ത് ലഭിച്ചിരുന്നു. അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് മേയർ പറഞ്ഞപ്പോൾ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നു. എന്നാൽ ആ പ്രതിഷേധത്തിനിടയിലും മേയർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അത് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ ബലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ നടപടികളിലേക്ക്, അതായത് വോട്ടെടുപ്പിലൂടെ ഈ അപേക്ഷയെ അനുകൂലിക്കുന്ന നിലയിലേക്ക് അപേക്ഷ പാസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായും സുഗതന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിക്കപ്പെടും. 6 മാസത്തേക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിലും കുഴപ്പമുണ്ടാകില്ല. കൗൺസിലർ പദവി അത് സംരക്ഷിക്കപ്പെടും എന്നുള്ളതായിരുന്നു അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ് അതിൽ ചൂണ്ടിക്കാണിച്ചത്. അല്ലെങ്കിൽ ആ സർക്കുലർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു മേയർ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞത്. അതിനുശേഷം കൗൺസിൽ അംഗങ്ങൾ 51 പേരുടെ പിന്തുണയോടുകൂടി ഇത് പാസ്സാവുകയും
പാസ്സാക്കുകയും ചെയ്തു. അതിൽ മേയറുടെ കാസ്റ്റിംഗ് വോട്ടുണ്ട്. അല്ലാതെ UDFന്റെ സ്വതന്ത്രനായി മത്സരിച്ചിരുന്ന ആൾ കൂടി ഇതിന് ഒപ്പം കൂടിയോടുകൂടിയാണ് 51 പേരുടെ പിന്തുണ സുഗതന്റെ ഈ അപേക്ഷയ്ക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് സുഗതന് അവധി അത് പാസ്സായി കിട്ടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്തായാലും ഇതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയായിരുന്നു. പ്രതിപക്ഷം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഉപരോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനുശേഷം പരാതികൾ ആയി തന്നെ UDFും LDFും പരാതിയുമായി തന്നെ രംഗത്ത് വരെ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സെക്രട്ടറിക്ക് UDF പരാതി കൊടുത്തിട്ടുണ്ട്. അയോഗ്യത തന്നെയാണ് വേണ്ടത്, അയോഗ്യനാക്കേണ്ട നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്, നിയമപരമായിട്ടുള്ള ഒരു നടപടികളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും UDF ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ LDFും സമാനമായ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം നിയമ നടപടികളുമായി ഹൈക്കോടതി സമീപിക്കാനുള്ള ഒരു തീരുമാനം കൂടി LDFും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷേ ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ആ സർക്കുലർ തന്നെയാണ്. ആഭ്യന്തരമന്ത്രി അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തര വകുപ്പിന് വേണ്ടിയിട്ട് അണ്ടർ സെക്രട്ടറിയാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത്. ആ ഉത്തരവിലെ വരികൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. താങ്കളുടെ കൗൺസിലർ പദവി അത് സംരക്ഷിക്കപ്പെടും. അത് ഈ കൗൺസിൽ യോഗത്തിൽ വോട്ടിനിട്ട് ഈ അപേക്ഷ പാസ്സായി കഴിഞ്ഞാൽ അതിലൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനമായും ആ സർക്കുലറിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ശബരിനാഥനെ പോലും ഏതാണ്ട് നിശബ്ദനാക്കുന്ന നിലയിൽ തന്നെയായിരുന്നു VV രാജേഷിന്റെ ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കുമ്പോഴും ശബരിനാഥൻ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ നടപടികളിലേക്ക് പോകുന്നത് എന്ന് VV രാജേഷ് പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും VV രാജേഷ് UDF സർക്കാരിന്റെ അല്ലെങ്കിൽ UDF സർക്കാർ ഇറക്കിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇറക്കിയിരിക്കുന്ന ആ സർക്കുലറിന്റെ കാര്യം എടുത്തു പറയുന്ന നിലയുമുണ്ടായി. എന്തായാലും ഇത് UDFനെയും വലിയ രീതിയിൽ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്കാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് LDFന്റെയും ഒപ്പം തന്നെ UDFന്റെയും തീരുമാനം. BJPയെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിരുന്ന ആ ഒരു അയോഗ്യതാ ഭീതി അതെന്തായാലും ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. സുഗതന് 6 മാസത്തെ അവധി പാസ്സായിരിക്കുന്നു. ശരി, അത് തന്നെയാണ്. കൗൺസിൽ യോഗത്തിനിടെയാണ് ആർ സുഗതന് അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നത്. ഒരു പൗണ്ട് കടവിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി വോട്ട് ചെയ്തതോടുകൂടിയാണ് സുഗതന് അവധി അപേക്ഷ അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം ആഭ്യന്തര വകുപ്പിന്റെ ഒരു സർക്കുലർ കൂടി ഉയർത്തിക്കാട്ടിയാണ് BJP ആയുധമാക്കി കൂടിയാണ് BJP അതിനെ പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എബിയാണ് വിവരങ്ങൾ നൽകിയത്.